അപ്പോൾ ഈ കാറ് ഒരു വെറും കാറല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ചേച്ചിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ കാർ എന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ടെന്ന്. എടുക്കണ്ടെന്ന് ചേച്ചി വിലക്കിയിട്ടും ഞാനത് വാശിക്ക് വാങ്ങിയത് അതുകൊണ്ടായിരുന്നു. ശരിക്കും വാങ്ങിയതല്ല ചേച്ചി, ആരും എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. നടേശൻ സാർ ഈ കാറ് വാടകയ്ക്കോടാൻ കൊടുത്തു. അവിടെ നിന്ന് ശരത്തിന്റെ കയ്യിൽ വന്നു. അങ്ങനെയാവും സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു പ്രധാന ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ ചേച്ചി, നമ്മുടെ നഷ്ടങ്ങളുമായിട്ട് ആ കാറിന് എന്താ ബന്ധം? കാർ എന്തൊക്കെയോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇനിയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലല്ലോ നമുക്ക്. ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി പറ്റിയാലോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ കാർ കാണുമ്പോ ശരത്ത് വല്ലാതെ പേടിക്കുന്നുണ്ട്. അവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം കാർ സ്റ്റാർട്ടാവുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? കാറിന് അവനെ ഇഷ്ടമല്ല, അവനതിൽ കേറുന്നത് പോലും ഇഷ്ടമല്ല. അതാ കാരണം. അല്ല ചേച്ചി, നമുക്ക് ഈ വണ്ടി വിറ്റ വർക്ക്ഷോപ്പുകാരനെല്ലാം അറിയായിരിക്കുമല്ലോ. ഈവൻ ചിലപ്പോ അയാളെ ഭീഷണിപ്പെടുത്തിയോണ്ടായിരിക്കും സത്യമൊന്നും അയാൾ നമ്മളോട് പറയാതിരുന്നത്. എല്ലാ വഴിക്കും അവനെതിരെയുള്ള കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക. ഒരു ഭാഗത്തോടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, വേറൊരു ഭാഗത്ത് നമ്മള്. ഇത് കൂടാതെ ഇപ്പൊ കാറും. ഇനി അവൻ അധികകാലം പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. അവൻ വീഴാറായി. അവനിനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റരുത് ചേച്ചി. അതിനെന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്ക്. അതാ ഇനി നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആ കാറ് ഇനി ഒരു കാരണവശാലും വിറ്റുകളയരുത്. എന്റെ മനസ്സ് പറയുന്നത് ആ കാറ് ഭാവിയിൽ ശക്തമായൊരു തെളിവായിട്ട് മാറുന്ന. നിത്യയുടെ ആത്മാവ് ആ കാറിലുണ്ട്. ശരത്തിനെ വീഴ്ത്താൻ ആ കാറ് നമ്മളെ സഹായിക്കും.